ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഔഷധിയിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഔഷധിയിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ഔഷധിയിൽ ട്രെയിനി ഡോക്ടർ മെയിൽ, ട്രെയിനി ഡോക്ടർ ഫീമെയിൽ, അക്കൗണ്ട്സ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അക്കൗണ്ട്സ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് CA ഇൻ്ററാണ്. കൂടാതെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 18 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 26,750 രൂപയാണ്. അടുത്തത് ട്രെയിനി ഡോക്ടർ മെയിൽ, ട്രെയിനി ഡോക്ടർ ഫീമെയിൽ തസ്തികയാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BA/MS ബിരുദമാണ്. കൂടാതെ അംഗീകൃത മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. പ്രായപരിധി 22 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 26,500 രൂപയാണ് ലഭിക്കുക. അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം അപേക്ഷകൾ 14/1/2026 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഔഷധിയുടെ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ ഔഷധി വെബ്സൈറ്റിൽ ലഭ്യമായ ഗൂഗിൾ ഫോമിലും വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതാണ്. അപ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്കായി നടത്തുന്ന സ്ക്രീനിംഗ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അഭിമുഖത്തിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപേക്ഷ അയക്കേണ്ട വിലാസം ഔഷധി, ഇത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡ്, കുട്ടനെല്ലൂർ, തൃശ്ശൂർ. അടുത്തത് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ HDSന് കീഴിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യൻ, കാത്തലാബ് സ്റ്റാഫ് നഴ്സ് എന്നീ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ഗവൺമെൻറ് അംഗീകൃത VHSC, ECG ആൻഡ് ഓഡിയോമെട്രി യോഗ്യതയുള്ളവർക്ക് ഡിസംബർ 30 രാവിലെ 10:30. കാത്തലാബ് സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് ഗവൺമെൻറ് അംഗീകൃത GNM അല്ലെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷനുള്ള BSc നഴ്സിംഗ് കോഴ്സ് പാസ്സായവർ, കാത്തലാബ് പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എമർജൻസി, കാഷ്വാലിറ്റി അല്ലെങ്കിൽ ട്രോമ കെയർ, ICU എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രവൃത്തി പരിചയം എന്നീ യോഗ്യതയുള്ളവർക്ക് ജനുവരി 3 രാവിലെ 10:30 അഭിമുഖം നടക്കുക. നിർദ്ദിഷ്ട യോഗ്യതയുള്ള 45 വയസ്സ് തികയാത്ത ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും 1 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ കളക്ടറേറ്റ് ജില്ലാ ആസൂത്രണ ഭവനിലെ MP ലാഡ്സ് ഫെസിലിറ്റേഷൻ സെൻ്ററിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് കരാർ നിയമനം നടത്തുന്നുണ്ട്. +2 അംഗീകൃത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ, ഇംഗ്ലീഷ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് എന്നിവ അറിഞ്ഞിരിക്കണം. മൈക്രോസോഫ്റ്റ് എക്സൽ, വേഡ്, പവർ പോയിന്റ്, പേജ് മേക്കർ, AI ടൂൾസ് പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 30 ജില്ലാ ആസൂത്രണ ഭവനിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.